ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനോടടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു ബഡ്ജറ്റ് വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടുകളിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററാണുള്ളത്. കൂടാതെ കാക്കനാട് ജംഗ്ഷനിലേക്ക് 5.5 കിലോമീറ്ററും തൊട്ടടുത്തുള്ള പഴങ്ങനാട് ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റായും 1500 സ്ക്വയർ ഫീറ്റുമായും 2 വീടുകളാണ് ഇവിടെ പണിതിരിക്കുന്നത്. 2 വീടുകളും 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വില്ല പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനം വരുന്ന രീതിയിലും മറ്റൊന്ന് കിഴക്ക് ദിക്കിലേക്ക് ദർശനം വരുന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം നീളമേറിയ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് തന്നെയാണ്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിൽ വരുന്ന മതിലിൽ നല്ലൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നതും നമുക്കിവിടെ കാണാം. 3-4 പേർക്കൊക്കെ സുഖമായി ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മഹാഗണി, ആഞ്ഞിലി എന്നീ മരങ്ങൾ കൊണ്ടാണ് ഈ വീടിന്റെ തടിപ്പണികളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറിച്ചിരുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു കോർണർ സെറ്റി സുഖമായി ഇടാവുന്ന രീതിയിലുള്ളൊരു അത്യാവശ്യം സൗകര്യമുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ മനോഹരമായി തന്നെ മൾട്ടിവുഡിൽ തീർത്തൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ്. 8-10 പേർക്ക് ഇരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെ വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീടിന്റെ കിച്ചണിലേക്കാണ്. കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി നല്ലൊരു ക്രോക്കറി യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. കൂടാതെ വാം കളറിലുള്ള 2 ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്ത് കിച്ചണിലേക്കുള്ള എൻട്രൻസ് ഭംഗിയാക്കിയിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കിച്ചൺ കബോർഡുകളാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായി ആവശ്യത്തിന് കബോർഡുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറത്തായി ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ ഈ വീടിന്റെ കിണറും ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം വലിപ്പമേറിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമുള്ള വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ നല്ലൊരു മാർബിൾ ഡിസൈൻ മൈക്കൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഒരു 2 പാളികളുള്ള വാർഡ്രോബും ഇവിടെ ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിലായി നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബുകൾ കൊണ്ടാണ് ഈ വീടിന്റെ ഇൻസൈഡ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിലൊരു വുഡൻ കളർ പെയിന്റിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഇവിടെയും ഭംഗിയുള്ളൊരു TV യൂണിറ്റ് ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. മുഴുവനായി തന്നെ ഷീറ്റ് കൊണ്ട് മറച്ചാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നമുക്ക് കാണാം. കൂടാതെ ഇവിടെ നിന്ന് തന്നെയാണ് ഈ വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസും വരുന്നത്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഈ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമേറിയൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും നമുക്ക് 2 പാളികളുള്ളൊരു വലിയ വാർഡ്രോബും അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം.
ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. മറ്റ് 2 ബെഡ്റൂമുകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത് അല്പം ചെറിയ ബെഡ്റൂം ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ ബെഡ്റൂമിൽ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നമ്മളിൽ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വീതി കുറഞ്ഞതും നീളം കൂടിയതുമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. GI ട്യൂബുകൾ കൊണ്ടുള്ള ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് പണിതിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. ഇൻഫോ പാർക്കിൽ നിന്നും കാക്കനാട് ജംഗ്ഷനിൽ നിന്നുമെല്ലാം വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ബഡ്ജറ്റ് വില്ലയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായോ അല്ലെങ്കിൽ ഇത് നേരിൽ കാണാനായോ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.